ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സിന്ധൂസ് വേൾഡ് ഓഫ് മ്യൂസിക് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലെമൺ റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ ലെമൺ റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനു മുമ്പ് നിങ്ങളാരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം, അതായത് സെസമി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീ ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് ഇവിടെ പൊട്ടി വരുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ കടലപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഉഴുന്നും പരിപ്പും കടലപ്പരിപ്പും ഒന്ന് റോസ്റ്റായിട്ട് വരണം. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും ഒക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി കൊത്തി എരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പച്ചമുളകും ഇഞ്ചിയും ഒന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. ഇനി ഞാനിതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് വറുത്ത കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചക്കപ്പലണ്ടിയാണ് ഉള്ളത് എന്ന് വെച്ചാൽ നമ്മൾ കടലപ്പരിപ്പും ഉഴുന്നും പരിപ്പും ഒക്കെ ചേർത്തുമല്ലോ, ആ സമയത്ത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ സമയത്തൊക്കെ ലോ ഫ്ലെയിമിൽ തന്നെ വേണം നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. പിന്നെ കപ്പലണ്ടി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ വറുത്ത കപ്പലണ്ടി ആയതുകൊണ്ട് ഒന്ന് ചൂടായി വന്നാൽ മതിയാവും. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ എത്ര റൈസാണോ എടുക്കുന്നത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഒരു നുള്ള് കായത്തിൻ്റെ പൊടി, സാമ്പാർ കായം, അത് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നുള്ള് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുള്ള കാരണം നമ്മുടെ മഞ്ഞൾപ്പൊടി ഒന്നും കരിഞ്ഞു പോവില്ല. അതുകൊണ്ടാണ് പറയണത്, നമ്മൾ ലെമൺ റൈസ് ഉണ്ടാക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം നമ്മൾ ഈ സ്റ്റെപ്പുകളൊക്കെ ചെയ്യാനായിട്ട്. ഇനി ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ റൈസ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഉപ്പും ചേർത്തിട്ടാണ് വേവിച്ച് വെച്ചിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലെമൺ റൈസ് ഉണ്ടാക്കാനായിട്ട് ബസ്മതി റൈസ് തന്നെ വേണമെന്നില്ല. പൊന്നിയുടെ അരിയോ പച്ചരിയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചോറിൽ ആ മഞ്ഞൾപ്പൊടിയും മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ആവണ രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ റൈസ് ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയുടെ ഇല കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതല്ല കേട്ടോ, ഇതിൻ്റെ കളറ് കുറച്ച് വ്യത്യാസമായിട്ടാണ് ക്യാമറയിൽ കാണുന്നത്. നല്ലൊരു മഞ്ഞ കളറാണ് നമുക്ക് റൈസിനുള്ളത്. ഇപ്പോൾ ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ലെമൺ ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 മുറി ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് കുറച്ച് ജ്യൂസ് നമുക്ക് സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. കുറേ ലെമൺ ജ്യൂസ് ഒഴിച്ച് കൊടുക്കണ്ട, കാരണം പുളി അധികമായി കഴിഞ്ഞാൽ നമ്മുടെ ലെമൺ റൈസ് ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് എനിക്ക് കറക്റ്റാണ്. നാരങ്ങയുടെ പുളിയൊക്കെ കറക്റ്റാണ്. ഈ സമയത്ത് ഉപ്പോ പുളിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ തീയൊക്കെ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റൈസാണ് ഇത്. വളരെ സിമ്പിളാണ് നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതേസമയം നല്ല ടേസ്റ്റുമാണ്.
അപ്പോൾ നിങ്ങൾക്ക് ലെമൺ റൈസ് ഇഷ്ടമായി എന്നുവെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് പറയണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.